കൂട്ടുകാരെ, നമ്മുടെ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് താഴമ്പള്ളി ഹാർബറാണ്. അഞ്ചുതെങ്ങ് ഹാർബർ എന്നും പറയുന്നത് ഇതിന് തന്നെയാണ്. പക്ഷേ നമ്മുടെ നീണ്ടകര, തുളങ്ങര, അഴീക്കൽ പോലുള്ള വലിയ തിരക്കില്ല, ശാന്തമാണ്. പക്ഷേ എന്നെ അമ്പരപ്പിച്ചെന്ന് പറഞ്ഞാൽ മൊത്തം ഫ്രഷ് വള്ളക്കാരുടെ മീനാണ്. ഇവിടെ ബോട്ട് ഇല്ല, ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബോട്ട് കൊണ്ടുവന്ന് കരയ്ക്ക് പിടിച്ചത്. കാരണം ഞങ്ങൾ നൈറ്റ് പണിയും കഴിഞ്ഞ് റെസ്റ്റിന് വേണ്ടി വന്നേ. എല്ലാം നല്ല അടാർ ഐറ്റങ്ങളാണ്. ഇത് നല്ല പുളപ്പം വറ്റ ഇരിക്കണുണ്ട്, ഫ്രഷ് വറ്റ. ഞങ്ങളുടെ ബോട്ടാണ് ആ കണ്ടത്. ഹാർബർ ഒരു സിംഗിൾ ഷെഡേ ഉള്ളൂ, പക്ഷേ നീണ്ടവരെല്ലാം 4 ഷെഡ് വീതമുണ്ട്. ഇതിനേക്കാൾ ലെങ്ത് കൂടിയ നല്ല ഫ്രഷ് ചൂര, നല്ല കണ്ണിയയിലുണ്ട്, കണ്ണൻകുഴികൾ. അതേ ഐക്കൂറ, നെമ്മീൻ, പാരയുണ്ട്, പാര. ഇവിടെ എന്താ നാരൻ ചെമ്മീൻ ഇരിപ്പുണ്ട് തൊട്ടടുത്ത്. പിന്നെ വറ്റയുണ്ട്, ചൂരയുണ്ട്, കൊഴിയാളയുണ്ട്. എല്ലാം ഐസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. മത്തി ഇരിക്കണ സൈഡിൽ. കുഴപ്പമില്ല, ഒന്നും ഫ്രഷ് അല്ലാത്തതായിട്ട് ഒന്നുമില്ല. കാരണം ശക്തിയുള്ളവരെ നീണ്ടവരിലേക്ക് ഐസ് ചെയ്ത് ബോട്ടിൽ കൊണ്ടുവരുന്ന മീനാണ്. അവിടെ വള്ളക്കാരുടെ മീനുണ്ട്, ഫ്രഷ് മീനുണ്ട്. ഇതേ നല്ല വള്ളിക്കൊഴിയാള കിടക്കണുണ്ട്. കൊഴിയാള കണ്ണിയയിലയുടെ തന്നെ വേറൊരു ഇനമാണ്. വലിയ കൊഴിയാള, ഉരുളം കൊഴിയാള എന്നൊക്കെ പറയാറുണ്ട്, പലയിടത്തും പല പേരല്ലേ. ഇത് നന്തലാണ്, ജീവനുള്ള സാധനമാണ്. കായലിൽ വലയിടുന്ന ചേട്ടന്മാർക്ക് കിട്ടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ താറാവിന് കൊടുക്കാനാണ് കൊണ്ടുപോകുന്നത്. അവിടെ ലേലം നടക്കുകയാണ്. ചേച്ചിമാരൊക്കെ തന്നെ ലേലം വിളിക്കുന്ന, വില പറഞ്ഞ് കൊടുക്കുന്ന ആളുകളുണ്ട്. അത് ഞുണ്ണ മീനാണ്, ഞുണ്ണ കായൽ മീൻ. ഇതെന്താണ്ട് കടലിലെ അല്ല, കായലിലെ കൊഞ്ചാണ്, വള്ളക്കാരുടെ കൊഞ്ച്. ഇരുന്ന് തൊപ്പിയും വെച്ചിരിക്കുന്ന അമ്മച്ചി ലേലക്കാരിയാണ്. ഈ ശബ്ദത്തിനിടയിൽ ഞാൻ പോയപ്പോൾ എല്ലാവരും എന്തിനാണ് വീഡിയോ എടുക്കുന്നതൊക്കെ ചോദിച്ചു. ഞാൻ അതുകൊണ്ടാണ് ഓൺ വോയിസ് ഇടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബഹളമൊക്കെ ഇടാം. ഈ അമ്മച്ചി ഇപ്പം എന്നെ കളിയാക്കി, എന്നെ നീ വീഡിയോ എടുക്കുന്നോടാന്ന് ചോദിച്ച് കളിയാക്കിയതാണ്. ആളതേ നാണം കൊണ്ട് തലയൊക്കത്താക്കണം. പുറത്തും തട്ടിയിട്ട് നല്ല പച്ച, നല്ല സൈസുള്ള അയില വിളിക്കുക. ഈ അമ്മച്ചി ലേലം ചെയ്യുകയാണ്. പുള്ളിക്കാരി എന്നെ ഇങ്ങനെ തുറച്ച് നോക്കിയാൽ ഞാൻ ഫോണുമായിട്ട് വന്നപ്പോൾ എന്താ ഉദ്ദേശമെന്ന് അറിയത്തില്ലല്ലോ. ഞാനന്നേരം പറയും ചെയ്ത്, ചേച്ചി യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണെന്ന്. പക്ഷേ എൻ്റെ കോലം കണ്ടപ്പോൾ അവർക്ക് യൂട്യൂബറാന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ വർക്കിംഗ് ഡ്രസ്സിലാണ്. എൻ്റെ ആ ഒരു ലുക്കിൽ അവർക്കത് മനസ്സിലായിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഓർമ്മയിൽ പോയി ഫോണുമായിട്ട് വീഡിയോ എടുത്ത്. പുള്ളിക്കാരി ഇടവിട്ട് നോക്കുന്നുണ്ട് എന്നെ. ഇതാണ് നന്തൽ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. അത് ആ ജീവനുണ്ട്, അത് ചത്തിട്ടില്ല. ഇത് താറാവിന് കൊടുക്കാനൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ഇത് വറുത്താൽ നല്ല ടേസ്റ്റാണ്. അത് കണക്ക് തന്നെ മീൻ ചമ്മന്തി ഉണ്ടാക്കാനും അടിപൊളിയാണ്. നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടുള്ള ഇത് ഉണക്കിയിട്ട് തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ സാധാ ചെമ്മീൻ ചമ്മന്തി പൊടിയാക്കില്ല, അത് കണക്ക്. ചെറുതായിട്ട് അമ്മച്ചി ഐസിട്ട് മാറ്റുന്നുണ്ട്. ചീത്തയുണ്ടാകുന്ന പറയാം. കാരണം ഇത് ചന്തയും കൂടാണ്, ഹാർബർ വിത്ത് ചന്തയും കൂടാണ്. കാരണം ആട്ടോയിലൊക്കെ ആളുകൾ വരുന്നുണ്ട്, ചെറുപ്പക്കാർ വൈഫൊക്കെ ആയിട്ട് വന്നതുണ്ട്. ഇവർ രണ്ടുപേരും നിന്നവർ, അവർ മീൻ വാങ്ങാൻ വന്നവരാ. ഇത് നമ്മുടെ കായലിലെ വലക്കാരുടെ മീനാണ് കൊട്ടയിരിക്കണത്, മിക്സായിട്ടിരിക്കണം. ഇത് പൂമീനുണ്ട്, ചാവറ്റയുണ്ട്, കൂരിയുണ്ട്, തേടുണ്ട്. ഏട്ട, കൂരി, തേട്, പല പേരല്ലേ. ഇത് പൊടിമത്തി ഇതാണ്ട് റൈറ്റ് സൈഡിൽ വെച്ചേക്കുന്നു, തെർമോക്കോള് ക്യാപ്പിൻ്റെ മുകളിൽ. അത്യാവശ്യം കണ്ണൊക്കെ ചുമന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലേലം വിളിച്ചെടുത്തതാണ്. തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹാർബറിൽ നിന്നല്ല ആയിരിക്കും, എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് എടുത്തതെന്ന്. അല്ലെങ്കിൽ കമ്മീഷൻ ബേസിൽ വരുന്നുണ്ട്. പെട്ടി വണ്ടിയിൽ പെട്ടിയായിട്ട് എടുക്കുമല്ലോ, അങ്ങനെ ചന്തയിൽ എത്തത്തില്ലേ ചേട്ടന്മാർ ബൈക്കിലൊക്കെ വെച്ച് കൊണ്ടുവരുന്നു. അവരുടെ നിന്ന് വാങ്ങിച്ചതായിരിക്കാം, അറിയത്തില്ല. നമ്മളറിയാത്ത കാര്യം പറയാൻ തെറ്റാണ്. പിന്നെ ഇവിടെ പിന്നെ ബോട്ടും ഇല്ല, എല്ലാം വള്ളങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ കൊള്ളാൻ തലേന്നത്തമ്മയും പിറ്റേന്ന് ഐസ് ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും. ആ കിടക്കണ ബോട്ട് ഞങ്ങളുടെയാണ്. ഞാൻ ഈ കൂറക്കോലത്ത് നിന്നുകൊണ്ടാണ് അവരെല്ലാവരും എന്നെ അതിശയത്തോടെ നോക്കുന്നത്. മീനെല്ലാം നല്ല അടിപൊളി, ഹാർബർ അടിപൊളി, ശാന്തമാണ്, വലിയ ബഹള ഒച്ചപ്പാടൊന്നുമില്ല. അത് അയില മീനാണ്. ഇതെല്ലാം വില പറഞ്ഞ് കച്ചവടം ആവാൻ നിൽക്കുക. ആളുകളൊക്കെ വില പറയുന്നുണ്ട്, അത് ബോധിക്കാത്തതുകൊണ്ടാണ് കച്ചവടം ആകാത്തത്. നല്ല ഫ്രഷ് ഞണ്ട് സൈഡിലിരിപ്പുണ്ട്, ആ നീല വട്ടിക്കകത്ത്. പക്ഷെ കാലൊടിച്ചതാണ്, കാലില്ല. ഈ രണ്ടുപേര് കുടുംബത്തോടെ വന്ന് സാധനം വാങ്ങാൻ വന്നതാണ്. ഈ അമ്മച്ചി എന്ന് പറഞ്ഞത് പൊക്കി കൊടുക്കാൻ പറഞ്ഞു. പൊക്കി കൊടുത്ത്, ചെറിയൊരു ഉപകാരം ആയിക്കോട്ടെ, അമ്മക്കൊണ്ട് അതൊക്കെ അല്ലേ പറ്റൂ. നേരത്തെ കണ്ടിട്ട് ഐക്കൂറ തന്നെ ഇരിക്കണം. ഞാൻ ജസ്റ്റ് മുന്നോട്ട് പോയിട്ട് തിരിച്ച് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വറ്റ, പൊള്ളൽ ചൂര എന്ന് പറഞ്ഞാൽ ചൂരയുടെ ചെറുതിനാണ് പൊള്ളലെന്ന് പറയുന്ന. ഇവിടെ നിന്നാണ്ട് വറ്റപ്പാരയുണ്ട്, ഉരുളം കൊഴിയാള ആണ്ട്, അല്ല ഉരുളം കൊഴിയാളല്ല, അത് അയിലയാണ് കേട്ടോ, പറഞ്ഞത് തെറ്റിപ്പോയതാ. ഞങ്ങളുടെ ബോട്ടാണ് കേട്ടോ കിടക്കുന്നത്.
ബോട്ട് ഹാർബർ അടുത്തുകൊണ്ട് നൈസായിട്ട് ഈ അമ്മ ഇത്രയും മീൻ 300 രൂപയാണ് പറഞ്ഞത്. ആ ചേച്ചി എന്തുകൊണ്ടത് മേടിക്കാത്തതെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളുടെ ബോട്ടിൽ ആവശ്യത്തിന് മീനുണ്ട്. പക്ഷെ ഞാൻ കരയ്ക്കുന്നപ്പോഴാണ് ഞാൻ സ്പോട്ടിൽ വാങ്ങിച്ചാണ്. കാരണം അത്രയും വലിയ കൊഴിയാളെ അത്ര ഫ്രഷ് സാധനം 300 രൂപ പറഞ്ഞിട്ട് മേടിച്ചില്ലെങ്കിൽ അത് മോശമാണ്. കാരണം 2 എണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ട് 200 രൂപ പറയണ സാധനം അത്. പിന്നെ താങ്ങുവെള്ളം കിടപ്പുണ്ട്, അതിപൻ വെള്ളം. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന വെള്ളത്തിൻ്റെ പേര് നോക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ടീമാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ പത്രോസ് ചേട്ടൻ, ഡ്രൈവർ ജോസ് ചേട്ടൻ, സിനു, സാബു ചേട്ടൻ, എമ്മാനുവൽ ചേട്ടൻ. ഞങ്ങളുടെ ബോട്ട് ഇവിടെ കെട്ടിയിട്ടതിന് ആളുകൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ വന്നതെന്നൊക്കെ. ഇതാണ് ഞങ്ങളുടെ ബോട്ടിൻ്റെ പേര്, വിൻമെൻ മാത, VINMENMATH, വിൻമെൻ മാത. അത് എനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൻ്റെ ആസ്തി അത്രയേ ഉള്ളൂ, അത്രയും ക്ലാരിറ്റിയേ ഉള്ളൂ. പിന്നെ ബോട്ട് പിന്നെ അത്യാവശ്യം നല്ല വലിയ ബോട്ടാണ്, സൈഡ് ഗാലോസ് ബോട്ടാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. ഹാർബറും കൊള്ളാം, നല്ല അടിപൊളി. ആട്ടോകളിലൊക്കെ ആളുകൾ ചരക്ക് കൊണ്ടുവരുന്ന അമ്മച്ചിമാരെ കാത്തിരിക്കുകയാണ് തിരിച്ച് അവരെ കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ വീഡിയോ ഞാൻ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.